സൺ റൈഡർ ആയിട്ടാണ് തുടങ്ങുന്നത്. അതായത് 2006-2007 കാലഘട്ടത്തിലാണ്. ഈ വരുന്ന പൂജാരിയില്ലേ, ആളൊരു അടിപൊളിയാണ്. ഹായ്, ഇത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന പൂജാരി ശരിക്കും കോട്ടയം പുതുക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇതല്ല ശരിക്കും പൂജാരിയുടെ വേറൊരു മുഖം എന്ന് പറയുന്നത്. ഈ വേഷം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറെയാണ്. എറണാകുളം ബേസ് ചെയ്ത് ടീം അഡ്രോയിറ്റേഴ്സ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ദിവസവും ഇവിടെ ഈ വഴിയുള്ള കാരണം നമ്മൾ ഡെയിലി പാർട്ട് ഓഫ് ലൈഫ് പോലെയാണ് ഈ ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓഫ് റോഡിനോട് ഒരു കമ്പം, ഓഫ് റോഡിനോടാണ് കമ്പം കൂടുതൽ. ഉണ്ണികൃഷ്ണൻ കല്യാണം കഴിച്ചു? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇഞ്ചുറി എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഷോൾഡറൊക്കെ ഊരി പോയിട്ടുള്ള ആൾക്കാർക്ക് നിർത്തി പോകാൻ ഇതൊക്കെ മതി. നമുക്ക് അപ്പോഴും അതല്ല, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല. ഈ സ്പോർട്ടിനെ ഉൾക്കൊള്ളുന്ന ഒരു മെമ്പറെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളെ എന്തെങ്കിലും കണ്ടുമുട്ടിയാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ തുടങ്ങിയ കാലത്താണെങ്കിലും തിരുമേനിയുടെ മകന് വട്ടാണ് എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് എന്റെ നാട്ടിലുള്ള ആൾക്കാർ ഒരു വീലിൽ വണ്ടി പോണ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ എന്റെ അച്ഛൻ തന്നെ പറയാം, അത് അവന്റെ കഴിവാണ്. ഇങ്ങനെ അച്ഛനെ തിരിച്ചറിഞ്ഞു. അന്നപൂർണ എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്. 270 കിലോമീറ്റർ പ്ലസ് ഉള്ള ഒരു ട്രാക്കാണ് നേപ്പാളിൽ. ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. റിവർ ക്രോസിലൊക്കെ പെട്ടുപോയി. അങ്ങനെ കുറെ അനുഭവങ്ങൾ എനിക്കുണ്ടായി. മലയാളിയായിട്ട് ഈ അന്നപൂർണ സർക്യൂട്ട് ചെയ്യുന്ന ആദ്യത്തെ ആള് ഞാനാണ്. ശരിക്കും നിങ്ങളെ കാണുമ്പോൾ അല്ല കേട്ടോ റീൽസിൽ കാണുന്നത്. ഞാൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കൗതുകം കൂടുകയാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് വന്നെങ്കിൽ പോലും ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഇതായിട്ട് രസമായിട്ട് സാത്വികനായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ റൈഡർ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈ ശരിക്കും സ്റ്റണ്ട് റൈഡർ ആയിട്ടാണ് തുടങ്ങുന്നത്. അതായത് 2006-2007 കാലഘട്ടത്തിലാണ് കേരളത്തിൽ സ്റ്റണ്ട് റൈഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഉത്ഭവം ഉണ്ടാകുന്നത്. പുറത്തുള്ള ക്രിസ് ഫൈഫർ, എസി ഫാരിയാസ് പോലുള്ള എബ്രോഡുള്ള സ്റ്റണ്ടേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആയി തന്നെയാണ് കേരളത്തിലുള്ളവരൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളം ബേസ് ചെയ്ത് ടീം അഡ്രോയിറ്റേഴ്സ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ എന്റെ പാഷൻ കൊണ്ട് ഞാൻ ഇതുപോലെ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം അങ്ങനെയുള്ള കണക്ഷൻസും കാര്യങ്ങളും അതൊന്നും ഗ്രോ ആവാൻ പറ്റില്ല. അപ്പൊ എറണാകുളത്തേക്ക് കുറച്ച് അങ്ങനെയുള്ള ആൾക്കാരെ സെയിം മെന്റാലിറ്റിയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് പതുക്കെ അവരുടെ കൂടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഈ ക്രിസ് ഫൈഫർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഷോ ചെയ്തു. പുള്ളി BMW ഓതറൈസ്ഡ് സ്റ്റണ്ടറാണ്. 2009 പുള്ളിയുടെ കൂടെ ഹെലിപാഡിൽ ഷോ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇതിന്റെ ജേണി ഒരു അവസ്ഥ വരുന്നത്. അങ്ങനെ പതുക്കെ ഓഫ് റോഡിലേക്ക് എത്തുമായിരുന്നു ഗ്രാജുവലായിട്ട്. പിന്നീട് ഓഫ് റോഡിലേക്ക് ഇവിടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഓഫ് റോഡ്. അതെ അതെ. ഇതിപ്പോ വെച്ചാൽ ദിവസവും ഇവിടെ ഈ വഴിയുള്ള കാരണം നമ്മൾ ഡെയിലി പാർട്ട് ഓഫ് ലൈഫ് പോലെയാണ് ഈ ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രെച്ച് ആയിട്ട് ഒരു സ്ട്രെച്ച് റോഡാണ് ഓഫ് റോഡ് ഇവിടെ. അപ്പൊ ഡെയിലി ഇതൊരു ലൈഫിന്റെ ഒരു പാർട്ടായി മാറി സത്യം പറയാം. അപ്പൊ ഓഫ് റോഡിനോട് ഒരു കമ്പം, ഓഫ് റോഡിനോടാണ് കമ്പം കൂടുതൽ.